ऐसे कैसे वैसे जैसे कैसे बताए तुझको चाहे यारा बताना। ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു കുർത്തിയുടെ കട്ടിങ് വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഈ ഫാബ്രിക് 4 ഫോൾഡ് ആയിട്ട് മടക്കി വെക്കുക. അതിന് 0.5 ഇഞ്ചസ് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇനി അവിടെ നിന്നാണ് നമ്മളെല്ലാം മാർക്ക് ചെയ്ത് തുടങ്ങുന്നത്. പിന്നെ അവിടെ നിന്ന് നേരെ നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടേ കുർത്തിക്ക് അവിടെ വരെ മാർക്ക് ചെയ്യുക. പിന്നെ ഷോൾഡർ നമ്മുടെ മെഷർമെൻറ്റിൻ്റെ ഹാഫ് എടുത്തിട്ട് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആം ഹോളും അതുപോലെ മാർക്ക് ചെയ്യുക താഴോട്ട്. അത് കഴിഞ്ഞ് ആം ഹോള് ചെന്ന് നിൽക്കുന്ന ആ സ്ഥലത്താണ് നമ്മൾ ബസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്യുക. 1/4 നമ്മൾ എടുക്കുക. അത് കഴിഞ്ഞിട്ട് നേരെ വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്യണം. ഷോൾഡറിൽ നിന്ന് വേസ്റ്റിലോട്ടുള്ള ലെങ്ത് വെച്ചിട്ട് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് ആ പോയിന്റിൽ വേസ്റ്റിൻ്റെ എത്രയാണോ ലെങ്ത് ഉള്ളത് അതിൻ്റെ 1/4 എടുത്തിട്ട് നമ്മളതിൽ മാർക്ക് ചെയ്യുക. പിന്നീട് അത് കഴിഞ്ഞിട്ട് വേസ്റ്റിൽ നിന്ന് എത്രയാണോ ഹിപ്പിലോട്ടുള്ള ലെങ്ത് അതൊന്ന് മെഷർ ചെയ്തിട്ട് മാർക്ക് ചെയ്ത് ഹിപ്പ് ലെങ്തും മാർക്ക് ചെയ്യുക. അതും 1/4 തന്നെയാണ് എടുക്കേണ്ടത് ഹിപ്പിൻ്റെ. അത് കഴിഞ്ഞ് 1.5 ഇഞ്ചസ് ഈ വേസ്റ്റിലും ഹിപ്പിലും എല്ലായിടത്തും നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന എല്ലായിടത്തും കൂട്ടി കൊടുക്കുക. എന്നിട്ട് അതെല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഫ്രണ്ട് നെക്ക് ലൈൻ മാർക്ക് ചെയ്യണം. ആദ്യം ഫ്രണ്ടാണ് മാർക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് നമ്മൾ 3 ഇഞ്ചസാണ് കൊടുക്കുന്നത്. 3 ഇഞ്ചസ് തന്നെയാണ് നമ്മൾ ഡീപ്പായിട്ട് എടുക്കുന്നത് ഫ്രണ്ടിൽ. പക്ഷേ പുറകിൽ വരുമ്പം 3 ഇഞ്ചസ് നമ്മൾ വൈഡ് കൊടുക്കും. പക്ഷേ 1 ഇഞ്ചസ് മാത്രമാണ് താഴോട്ട് ഇറക്കത്തുള്ളൂ. എന്നിട്ട് ഒരു റൗണ്ട് ഷേപ്പ് വരുന്ന പോലെ ഒരു ജസ്റ്റ് കേർവായിട്ട് വരച്ചു കൊടുക്കുക. രണ്ടും നെക്ക് വിഡ്ത്ത് കഴിഞ്ഞിട്ട് ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതാണ് നമ്മുടെ ഷോൾഡറിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഷോൾഡറിൽ വേണ്ട ഒരു ലെങ്ത്. അത് കഴിഞ്ഞ് ആം ഹോളിൻ്റെ അങ്ങോട്ടും അത് ആ എൻ പോയിൻറ്റിൽ നിന്ന് ഒന്ന് വരച്ചു കൊടുക്കുക. പിന്നെ അവിടെ നിന്ന് ചെരിച്ച് കൊടുക്കണമായിരുന്നു. ഒരു 0.5 ഇഞ്ച് താഴോട്ട് ചെരിച്ച് കൊടുക്കണമായിരുന്നു. ഞാനത് മറന്നുപോയി. അവസാനമാണ് ചെയ്തത്. ഇപ്പോഴാണ് ഞാനത് ചെയ്യുന്നത്. നിങ്ങളത് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് ചെരിച്ചിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു പീസ് എടുത്ത് മാറ്റി ബാക്ക് നെക്ക് മാറ്റി കഴിഞ്ഞിട്ട് വേണം ഫ്രണ്ട് നെക്ക് ഒരുമിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ. ഈ നെക്ക് നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ക്രോസ് പീസ് കട്ട് ചെയ്യാം. പക്ഷെ ഞാൻ പൊതുവെ ഇങ്ങനെയാണ് ചെയ്യാറ്. ഇത് 1 ഇഞ്ച് ജസ്റ്റ് വിഡ്ത്ത് കൊടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യും. ഇതെല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കുർത്തി റെഡിയാവും.